നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ്. അതായത് ദൈവത്തിന് ആരാധന കൊടുത്താലേ, ദൈവാരാധന ശരിയായാലേ ഭൂമിയുടെ താളം ശരിയാവും. അത് അച്ചട്ടാണ്. പിശാച് എന്ത് ചെയ്യും? പിശാച് ആരാധന കൊതിക്കുന്നുണ്ട്. പിശാചിന് ആഗ്രഹത്താണ് പിശാചിനെ ആരാധിക്കണം. പിശാചിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമല്ലാത്ത എന്തിനെ ആരാധിച്ചാലും അത് പിശാചിനുള്ള ആരാധനയാണ്. ദൈവമല്ലാത്ത എന്തിനെ ആരാധിച്ചാലും അത് പിശാചിനുള്ള ആരാധനയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് ഈ ധ്യാനകേന്ദ്രം ആണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് വിചാരിച്ചോ. അങ്ങനെ ഒരാൾ വിചാരിക്കാന്ന് വെച്ചോ. ഈ ധ്യാനകേന്ദ്രമാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ട് ഈ ധ്യാനകേന്ദ്രമാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത് എന്നൊരാൾ വിചാരിക്കുന്നു എന്ന് വെച്ചോ. അപ്പോൾ അതുകൊണ്ട് ഈ ധ്യാനകേന്ദ്രമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ട് ഈ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി അങ്ങ് മരിക്കാൻ കിടക്കുകയാണ് എന്ന് വിചാരിച്ചോ. അപ്പം എന്ത് ചെയ്തു? ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ഈ ധ്യാനകേന്ദ്രത്തിന് കൊടുത്തു. അപ്പം അത് പിശാചിനുള്ള ആരാധനയായിട്ട് മാറി. ഒരു വ്യക്തി വിചാരിക്കുകയാണ് മാതാവാണ് എന്നെ ജീവിക്കാൻ സഹായിക്കുന്നത്. മാതാവ് നല്ല ആളല്ലേ, അപ്പോൾ മാതാവാണ് എന്നെ ജീവിക്കാൻ സഹായിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുന്നു? ഇപ്പം മാതാവ് യേശുവേ എന്നൊരു വാക്ക് പോലും വായിന്ന് വരില്ല, ദൈവമേ എന്നൊരു വാക്ക് പോലും വരില്ല, എപ്പോഴും മാതാവേന്നേ വരൂ. എന്നെ തെറ്റിദ്ധരിക്കരുത്. ചില അപകടങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ തിരുത്തിയില്ലെങ്കിൽ ഇത് വലിയ ദുരിതത്തിലേക്ക് പോകും. അപ്പോൾ മാതാവേന്നേ വരൂ വായിൽ, എപ്പോഴും എൻ്റെ മാതാവേന്നേ വരും, എൻ്റെ ദൈവമേ നിന്ന് വരെ വായിന്ന് വന്നിട്ടില്ല. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട ഒരാരാധന മാതാവിന് കൊടുത്താൽ അത് പിശാചിനുള്ള ആരാധനയാണ്. ഇത് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ അല്ലാതെ എന്തിനെ ആരാധിച്ചാലും അത് പിശാചിനുള്ള ആരാധനയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണോ ഇത്? പിശാച് അതുകൊണ്ട് പിശാചിന് ആരാധന കിട്ടാൻ വേണ്ടി പിശാച് ചെയ്യുന്നത് എന്നെ ആരാധിക്കൂ എന്നല്ല പറയുന്നത്. പിശാചിന് ആരാധന കിട്ടാൻ വേണ്ടി പിശാച് പറയുന്നത് എന്നെ ആരാധിക്കൂ എന്നല്ല. പിന്നെന്താണ്? ദൈവത്തെ ഒഴിച്ച് വേറെ എന്തിനെങ്കിലും ആരാധിക്കും. പിശാചിന് ആരാധന കിട്ടാൻ വേണ്ടി പിശാച് പറയുന്നത് എന്നെ ആരാധിക്കൂ എന്നല്ല. നമ്മൾ ആരെങ്കിലും പിശാചിനെ ആരാധിക്കൂ? ഓടാ പിശാച് എന്ന് പറയില്ലേ? പക്ഷെ ദൈവമല്ലാത്ത എന്തിനെങ്കിലും ആരാധിക്കാൻ. അതാണ് മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞത്. നിങ്ങൾ നല്ല മനസ്സോടെ ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്തുമൻ ബദരിങ്ങള ഹാദിറുണ്ട് വിടത്തിലും തന്മൂർ അത് പോൽഷണം ഹാസില. ആ വാചകത്തിന്റെ അർത്ഥം നോക്ക് നിങ്ങൾ. നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ, നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ, ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്തുമൻ ബദരിങ്ങള ഹാദിറുണ്ട് വിടത്തിലും തന്മൂർ അത് പോൽഷണം ഹാസില. ഉള്ളുറപ്പിലൊരുത്തൻ കോനിൽ ബിഹക്കിഹിം ദുആ തേടുകിൽ ബിരുത്തമേത് ഫുശുത്തിലാകിലും കിട്ടും ഉത്തരം അജിലായി. നിങ്ങൾ എവിടെ ഇരുന്നിട്ട് ബദരീങ്ങൾ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഉള്ളുറപ്പുണ്ടെങ്കിൽ കിട്ടുന്ന അതിന്റെ അർത്ഥം. യക്കീൻ ഉറപ്പുണ്ടെങ്കിൽ പടച്ചിടപ്പ് ഉത്തരം തരുന്ന. അതാണ് ബദരീങ്ങളെ തവസ്സുൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രത്യേകത. തവസ്സുൽ നമ്മൾ പണ്ടേ തുടങ്ങിയതാ.